വാസ്തു എന്തെങ്കിലും ദോഷം വന്നാൽ ഇത്തരം ഞാൻ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ എനർജികൾ എന്തെങ്കിലും ഈ വീടിനെ ചുറ്റിപ്പറ്റി കേന്ദ്രീകരിച്ച് നിൽക്കാൻ സാധ്യത ഉണ്ടോ? ഒന്നും അറിയാത്ത ഒരാളായിരിക്കും ഇതൊക്കെ വാങ്ങുന്നത്. അതെ, അങ്ങനെ ചെന്ന് പെട്ടുപോകുന്നവർ എന്ത് ചെയ്യേണ്ടി വരും പരിഹാരം? ഇപ്പം സാധാരണ ചില ആൾക്കാർ താമസിക്കുന്നത് അവർക്ക് അത് കുഴപ്പമുണ്ടാവില്ല. ചില ആൾക്കാരാണ് അത് ബാധിക്കുന്നത്. ഈ ഭൂമിക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ ദോഷമുള്ള ഭൂമി നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു മുൻജന്മ കർമ്മമൊക്കെ ഉണ്ട് ആ ഭൂമിയായിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മളെ ബാധിക്കാം. അത് നല്ലതായിട്ടും ബാധിക്കാം, മോശമായിട്ടും ബാധിക്കാം. ചേട്ടാ, നമ്മൾ കാഴ്ചയിൽ ചില വീടുകൾ നല്ല ഭംഗിയായിരിക്കും, നല്ല വൈറ്റായിരിക്കും. നമ്മൾ വാടകയ്ക്ക് ചിലപ്പോൾ വീടുകൾ അന്വേഷിച്ച് പോകുമ്പോൾ അത്തരം വീടുകൾ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ തോന്നും. പുറം മോടിയുള്ള കാഴ്ച കാണുമ്പോൾ അട്രാക്ഷൻ തോന്നും. കൊള്ളാം, വലിയ ബെഡ്റൂം, എല്ലാം വലുതാണ്, കിച്ചൺ നല്ല രസമുണ്ട്, അപ്പോൾ ഇതങ്ങ് എടുക്കാം. നമ്മൾ വാടകയ്ക്ക് താമസിച്ച് കുറേ കാലം കഴിയുമ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്കവിടെ ഫീൽ ചെയ്യും. ചിലപ്പോൾ സാമ്പത്തികം ഞെരുക്കം, അല്ലെങ്കിൽ എന്തോ ഒരു സ്വസ്ഥതയില്ലായ്മ ഫീൽ ചെയ്യും. ഉറങ്ങാൻ പറ്റുന്നില്ല. മെയിനായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, വീടുകളിൽ എനിക്ക് ഉറക്കം വരുന്നില്ല. പക്ഷെ നന്നായിട്ട് ജോലി ചെയ്തിട്ട് വരും, പക്ഷേ കിടന്ന ഉറക്കം വരുന്നില്ല, ഞാൻ എപ്പോഴാണ് ഉറങ്ങുന്നത് എന്ന് പറയും. അതൊക്കെ ഈ വാസ്തുവായിട്ട് ബന്ധമുണ്ടോ? അത്തരം വാസ്തു എന്തെങ്കിലും ദോഷം വന്നാൽ ഇത്തരം ഞാൻ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ എനർജികൾ എന്തെങ്കിലും ഈ വീടിനെ ചുറ്റിപ്പറ്റി കേന്ദ്രീകരിച്ച് നിൽക്കാൻ സാധ്യത ഉണ്ടോ? ഇതിൽ 2-3 കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വീട് കാണാൻ ഭയങ്കര ഭംഗി തോന്നും. പക്ഷേ അതിൽ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ 2-3 കാരണങ്ങളുണ്ട് അതിൽ. ബുദ്ധിമുട്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, നമ്മൾ വീട്ടിനകത്ത് പെരുമാറുന്ന രീതികളും ശബ്ദങ്ങളും ഉപയോഗിക്കുന്നതും അതൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ ഒരു പക്ഷേ ചില വീടുകളിൽ നമുക്ക് സ്വസ്ഥമായ ഒരു ജീവിതം കിട്ടിയെന്ന് വരാം. ചില വീടുകൾ കാണാൻ ഭംഗിയുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് കയറുമ്പോൾ സകലതും ഉണ്ടായിരുന്ന സമ്പൽ സമൃദ്ധിയായിട്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് വീക്കായി പോവുക, സാമ്പത്തികം നഷ്ടപ്പെട്ടു പോവുക, പിന്നെ മാനസിക സംഘർഷം ഉണ്ടാവുക, വെറുതെ ഇരുന്ന് ഓരോ ടെൻഷൻ ഉണ്ടാവുക. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ വാസ്തു നോക്കിയായിരിക്കാം വീട് വയ്ക്കുന്നത്. ചില ആൾക്കാർ ആ വീടിനകത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാം. പക്ഷേ നമ്മൾ വീടിൻ്റെ വാസ്തു മാത്രമല്ല, വീടാണോ വസ്തുവാണോ അല്ല, അത് പറഞ്ഞു വരുന്നത് വീടിൻ്റെ വാസ്തു അല്ല നമ്മൾ കൂടുതലും ക്ലിയർ ചെയ്യുന്നത്. പക്ഷേ ഈ വസ്തു, നമ്മൾ താമസിക്കുന്ന വസ്തുവും കൂടെ നമ്മൾ അതിനോടൊപ്പം നോക്കണം. ഇപ്പം ഞാനിപ്പോൾ പോയിട്ട് ഇപ്പം പഴയ സെറ്റപ്പാണെങ്കിൽ ഒരു 10, 25, 30 സെൻറ്റിലായിരിക്കും ഒരു വീട്. ഇപ്പോൾ പക്ഷേ നമ്മളെല്ലാം ചെറിയ ചെറിയ കുടുംബങ്ങളായപ്പോൾ 5 സെൻറ്റിൽ, 4 സെൻറ്റ്, 2 സെൻറ്റിലൊക്കെ വീട് വയ്ക്കും. കാരണം ചില വസ്തുവിൽ ആ വസ്തു ഈ അടുത്തുള്ള ഏതെങ്കിലും ഒരു നാഗക്കാവുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ആ വസ്തുവിൽ ധാരാളം മറ്റ് ഈ മൃതദേഹങ്ങൾ അടക്കിയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അവിടെ ആ ഒരു നെഗറ്റീവ് അവിടെ നിലനിൽക്കും. ഒരുപാട് വീടുകൾ ഇപ്പം ഒരു 100 സെൻറ്റുള്ള 1 ഏക്കറുള്ള സ്ഥലത്ത് ഇപ്പോൾ ഒരു 10-20 അവർ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും വിൽക്കുന്നത്. അപ്പം സെപ്പറേറ്റ് ബൗണ്ടറികളായല്ലോ. അതാണ് എൻ്റെ സംശയം. അതാണ് അല്ല, ചില പോയിന്റുകളിൽ ഉള്ള വീടുകളിൽ അത് ബാധിച്ചെന്ന് വരും. കാരണം ആ നെഗറ്റീവ്സ് കൂടുതലും തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിൽ വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിനെ അത് ബാധിക്കും. അതുപോലെ അവിടെ താമസിക്കുന്ന ആൾക്കാരെയും അത് ബാധിച്ചെന്ന് വരും. എല്ലാവരെയും അല്ല, ചില ആൾക്കാരെ ബാധിച്ചെന്ന് വരും. അതൊരു പക്ഷേ വീട്ടിനകത്ത് കയറുന്ന സമയത്ത് ആ ആൾക്കാരുടെ ഈ വരുമാന മാർഗം മുട്ടിപ്പോവുക, അവർക്ക് തുടർന്ന് അങ്ങോട്ട് അസുഖങ്ങളും ജീവിതത്തിൽ പരാജയങ്ങളും സംഭവിക്കുക, അതെല്ലാം ആ ഒരു ഭാഗമായിട്ട് വരും. ഇപ്പം ഞാനിപ്പോൾ നല്ലൊരു ജോലിയിലിരുന്നു, എനിക്ക് 1 ലക്ഷത്തിന് മേളിൽ ശമ്പളം ഉണ്ടായിരുന്നു വെച്ചോ. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി, എനിക്ക് വീട് വയ്ക്കാം, ഞാൻ ഈ വസ്തു വാങ്ങിച്ചാൽ എനിക്ക് ഈ വീട് വയ്ക്കാം, ലോണ് സുഖമായിട്ട് അടച്ചു പോകാം എന്നൊരു ധാരണയും ചെറിയൊരു അഹങ്കാരമൊക്കെ നമുക്കുണ്ടാവും. ശമ്പളം ഇത്രയില്ലേ, ഒരിക്കലും ഞാൻ എന്നെ പിരിച്ചു വിടില്ല എന്നൊക്കെയുള്ളൊരു ധാരണ നമ്മളെ പോലെ സാധാരണ മനുഷ്യർക്കുണ്ടാവും.
അപ്പോൾ ഞാൻ ഈ വീടൊക്കെ വെച്ചു, താമസമായി 1-2 മാസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ എൻ്റെ ജോലി അങ്ങ് നഷ്ടപ്പെടും. അപ്പോഴത്തേക്കും എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റില്ല. അതൊക്കെ ചിലപ്പോൾ ഈ വീടിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ല, അത് ചില വീടിൻ്റെ പ്രശ്നങ്ങളും വരാം. ചില വീടുകളിൽ നമ്മൾ കയറി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഈ ഭൂമിക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ ദോഷമുള്ള ഭൂമി നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കുക എന്നുള്ളത്. ഇതെങ്ങനെ അറിയാൻ പറ്റും? അത് അങ്ങനെയുള്ള വിദഗ്ധന്മാരെ, ഈ വാസ്തു ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവന്ന് അത് കാണിച്ച് നോക്കി വാങ്ങിക്കണം എന്നുള്ളതാണ്. ഈ വാങ്ങാൻ പോകുന്ന ആൾക്കാരുടെ എനർജിയും ഈ വസ്തുവിൻ്റെ എനർജിയും ശരി കറക്റ്റാണോ എന്നുള്ളത് മനസ്സിലാക്കണം. അത് ഈ വാസ്തു അറിയാമെന്നുള്ള പല പ്രഗത്ഭന്മാരായ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ സമീപിച്ച് അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ പ്രശ്നം ഒരുവിധം നമുക്ക് ക്ലിയർ മാറിക്കിട്ടും. ഇതിപ്പോൾ ഞാനിപ്പോൾ വാങ്ങിപ്പോയി, എൻ്റെ ജോലിയും പോയി, എല്ലാം പോയി. ഇപ്പം ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നു, പ്രശ്നങ്ങളാണ്. അതിന് ഇനിയൊരു പരിഹാരം എന്തെങ്കിലും ഉണ്ടാവും? അതിന് പല തരത്തിലുള്ള പരിഹാരങ്ങൾ ഉണ്ട്. അത് ആ വീടിൻ്റെ റൂംസുകളൊക്കെ നമ്മൾ നോക്കണം. ഒരു വാസ്തു ആചാര്യനെ കൊണ്ടുവന്ന് അത് കാണിക്കുമ്പോൾ ഈ ചില മർമ്മങ്ങൾ വരും വാസ്തുവിൽ. പക്ഷേ വാസ്തുവിൽ വിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്, കേട്ടോ. തീർച്ചയായിട്ടും. വാസ്തുവിൽ വിശ്വാസം ഇല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവർ താമസിച്ചോട്ടെ, അനുഭവിച്ചോട്ടെ, അവർ മുന്നോട്ട് സന്തോഷിച്ചോട്ടെ, പറഞ്ഞു. അപ്പോൾ വാസ്തുവിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റും. പോസിറ്റീവ് എനർജി ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചിന്തിക്കാൻ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഒരു വാസ്തു ആചാര്യനെ കൊണ്ടുവന്ന് അതിൻ്റെ കണക്കുകൾ നോക്കുക, റൂമിൻ്റെ അളവ് നോക്കുക, നേര് വാതിൽ, സൈഡ് വാതിൽ, ജനലുകൾ കറക്റ്റായ യഥാസ്ഥാനത്താണോ വന്നിരിക്കുന്നത് നോക്കുക. അതെല്ലാം നോക്കി അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ വ്യത്യാസപ്പെടുത്തുക. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്നവർക്ക് വ്യത്യാസം വരും. ഇപ്പം നേരത്തെ പറഞ്ഞു നാഗര് ക്ഷേത്രം അല്ലെങ്കിൽ നാഗര് കാവ്, അത് കാവിൻ്റെ സ്ഥലമായിരിക്കാം ചിലപ്പോൾ അത്, അല്ലെങ്കിൽ പണ്ട് അവിടെ ഒരു കാവ് ഉണ്ടായിരുന്നിരിക്കുക. ഒന്നും അറിയാത്ത ഒരാളായിരിക്കും ഇതൊക്കെ വാങ്ങുന്നത്. അതെ. അങ്ങനെ ചെന്ന് പെട്ടുപോകുന്നവർ എന്ത് ചെയ്യേണ്ടി വരും പരിഹാരം? ഇപ്പോൾ സാധാരണ ചില ആൾക്കാർ താമസിക്കുന്നത് അവർക്ക് അത് കുഴപ്പമുണ്ടാവില്ല. ചില ആൾക്കാരാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണത് ഈ ബാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ പാസ്റ്റുമായിട്ട് ആ സ്ഥലമോ അല്ലെങ്കിൽ ആ നാഗക്ഷേത്രമായിട്ടോ നാഗമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരിക്കാം. ഈ ജാതകത്തിൻ്റെയൊക്കെ വരുമോ അത്? അതിൽ ജാതകത്തിൻ്റെത് ഒരു പരിധി വരെ അതിൽ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു മുൻജന്മ കർമ്മമൊക്കെ ഉണ്ട് ആ ഭൂമിയായിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മളെ ബാധിക്കാം. അത് നല്ലതായിട്ടും ബാധിക്കാം, മോശമായിട്ടും ബാധിക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഉള്ള ആളല്ല. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ ഹൈദരാബാദിലെങ്ങാനും ജോലിക്കിരുന്ന ഒരാളാണ്. നാട്ടിൽ സെറ്റിൽ ആവണമെന്ന് പറഞ്ഞ് ഞാൻ ഈ നാട്ടിൻ്റെ ചരിത്രം അറിയാതെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ് ഞാൻ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ എൻ്റെ സ്ഥലം വേറെ സ്ഥലത്തായിരുന്നു. അങ്ങനെ എങ്ങനെ കണക്ഷൻ ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ എന്തൊരു ദോഷം വന്നാൽ അതിനെന്താണ് പരിഹാരം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അത് പരിഹാരം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആളിനെ പരിഹാരം കണ്ടെത്തുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ സമീപിച്ച് കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അത് ജെന്യൂനായി ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ അവരെ കണ്ട് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും ഈ വീടിൻ്റെ കാര്യത്തിൽ അങ്ങനെ ബാക്കി സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ നമുക്കത് മുന്നോട്ട് സാമ്പത്തിക പ്രശ്നം കുറയാനായിട്ട്? സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അവർ പറഞ്ഞാൽ അവരുടെ കയ്യിൽ കാശ് വരുന്നുണ്ട്, അതെങ്ങനെ ചിലവാകുന്നു എന്ന് അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അതെ, അതിൽ വലിയ ഇതൊന്നുമില്ല. കാരണം ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വരുമാനം നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ വരുമാനം എത്ര വരുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാതെ പോകാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു മാസത്തിൽ 25,000 രൂപ വരുമാനമുണ്ട് എങ്കിലും നമ്മളെ വീട്ടു ചിലവെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 15,000 രൂപയായിരിക്കാം, 10,000 രൂപയായിരിക്കാം ഒരു മാസം നമുക്ക് മിച്ചം വരുന്നത്. അത് വെച്ച് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ജീവിച്ച് പോകാമെങ്കിൽ അത് അവർക്ക് ജീവിക്കാൻ. അതല്ലാതെ മറ്റൊരാൾ അവിടെ ഒരു വലിയൊരു വണ്ടി വാങ്ങി എനിക്കും വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോൺ എടുക്കേണ്ടി വരും. ലോൺ എടുക്കുമ്പോൾ നമുക്ക് ഈ 25,000 പോരാ.
വരുമാനം, മാസ അതിന് ഈ എനർജികളോ പ്രയത്നത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. അതിന് പ്രായത്തിനെയും എനർജിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധിയെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞാൽ മതി.